നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സുജാതാമ്മ അതാരാ? എന്നിവിടെ വരാറുണ്ട്. ഇവിടെ കുറെ നേരം ചെലവഴിക്കും. ഉച്ചവരെ ഉണ്ടാവാറുണ്ട്. സ്ഥിരമായിട്ട് വരുന്നവരെയും പോകുന്നവരൊക്കെ എനിക്കറിയാം. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അജിതേ, ഞാൻ ഇത്തിരി നേരത്തെ ഇറങ്ങുവാണേ. വീട്ടിൽ നിന്നൊരു അത്യാവശ്യത്തിന് വിളിച്ചു. പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞല്ലോ. സുജാത ചേച്ചി പൊക്കോ. ആ എത്രയാ? 100 രൂപ. ചേട്ടാ, ഇവിടെ സുജാത എന്നൊരു സ്ത്രീ അറിയോ? സുജാത എന്ന പേരിലോ? ഇല്ല, അറിയില്ല. തിരുമേനി, സുജാതാമ്മ എവിടെ ഇരിക്കുന്നെ? സുജാതാമ്മ അതാരാ? എന്നിവിടെ വരാറുണ്ട്. ഇവിടെ കുറെ നേരം ചെലവഴിക്കും. ഉച്ചവരെ ഉണ്ടാവാറുണ്ട്. സ്ഥിരമായിട്ട് വരുന്നവരെയും പോകുന്നവരൊക്കെ എനിക്കറിയാം. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഒരുപക്ഷെ കുട്ടിക്ക് ക്ഷേത്രം തെറ്റിയതായിരിക്കും.
ഇല്ല, ഇതിനു മുമ്പ് ഞാനും അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ഇല്ല കുട്ടി, ഇക്കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റില്ല. നിത്യ, അമ്മ എവിടെയായിരുന്നു? വാ മോള് വാ. അവരെ ഇതിനു മുമ്പ് കണ്ട ഓർമ്മയെ കിട്ടുന്നില്ല. നിത്യേന ഇവിടെ ഇരിക്കാറുണ്ടെന്നും പറയുന്നു. അത് സത്യമല്ല. ഞാനിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. എന്ന് അമ്മയ്ക്കത് പറയായിരുന്നില്ലേ? അതിന് നീ പറയിച്ചാലല്ലേ. ആദ്യം മോൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറ. അതമ്മേ, നമുക്ക് ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും പോയാലോ? എന്തു പറ്റി ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ? മോളെ, ആദ്യയുടെ ക്ലാസ്, നിന്റെ ജോലി എല്ലാം പ്രശ്നമാവില്ലേ? കാര്യം എന്താണെന്ന് പറയും മോളെ. നമ്മൾ ഈ നാട്ടിൽ തന്നെ തുടരുകയാണെങ്കിൽ വേറെ ചില ദുരന്തങ്ങൾക്ക് കൂടി ഉത്തരം പറയേണ്ടി വരും. കാർത്തികിനിപ്പോ വഴിയിൽ വെച്ച് കണ്ടു. ഇത് പോയ്സണാണ്. പത്മ എന്നെ പരിപൂർണമായി നിഷേധിച്ചാൽ എന്റെ മരണം തെരഞ്ഞെടുക്കാനുള്ള വഴി. നാളെ ഇതേ നേരം വരെ പത്മയ്ക്ക് ഞാൻ സമയം തരും. എന്നിട്ടും പത്മയുടെ മറുപടി നോ എന്നാണെങ്കിൽ ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കും. പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങളാ നമ്മളെ ഇവിടെ എത്തിച്ചത്. ഇനി ഒന്നുകൂടി താങ്ങാൻ നമുക്ക് കരുത്തുണ്ടോ അമ്മേ? നമുക്ക് മാറിപ്പോവാം. ഇപ്പോഴത്തെ ഹൗസ് ഓണർ നല്ലവനാ. വാടക 10-15 ദിവസം വൈകിയാലും അയാൾ ഒന്നും പറയില്ല. ഇനി വേറൊരിടത്ത് പോണം, പറ്റിയൊരു സ്ഥലം കിട്ടണം. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അമ്മ ഇതൊന്ന് സമ്മതിച്ചാ മതി. നിന്റെ തീരുമാനത്തിന് ഞാൻ ഇന്നും എതിരാ നിന്നിട്ടുള്ളത്. നിന്റെ സ്വസ്ഥത അമ്മയുടെ ആഗ്രഹം. മോളുടെ തീരുമാനം പോലെ ആവട്ടെ. ഞാനിപ്പോ തന്നെ സ്കൂളിൽ പോയി അടുത്ത മാസത്തെ ശമ്പളം അഡ്വാൻസ് ചോദിക്കാം. അവര് തരും. അത് വെച്ച് പുതിയ വീടിന്റെ അഡ്വാൻസ് കൂടുതലാണെങ്കിലും കൊടുക്കാലോ. എന്നാ ശരിയമ്മേ. മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.